ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വീണ്ടും ഒരു നമ്മുടെ ഫാമിംഗ് കൃഷിയുടെ ഒരു വീഡിയോ ആണ്. നമ്മൾ കരിമുണ്ട, കഴിഞ്ഞ വർഷമാണ് കരിമുണ്ട തൈകൾ നമ്മൾ ഇടുക്കിയിൽ ജില്ലയിൽ പോയി മേടിച്ചത്. കുറേ എണ്ണം പോയി നഷ്ടപ്പെട്ടു പോയി. നമുക്ക് ഏകദേശം 50 എണ്ണത്തോളമാണ് നമ്മൾ നട്ടത്. അതിനകത്ത് 20 എണ്ണത്തോളം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. എന്നിരുന്നാലും ബാക്കിയുള്ളവ നല്ല കരുത്തോട് തന്നെ കയറി വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. പാറക്കുളമായിട്ട് കിടന്ന ഭാഗം മണ്ണടിച്ചുയർത്തിയാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതിൻ്റെ അടിയിൽ പാറ ആയതുകൊണ്ട് നല്ല രീതിയിൽ ചൂട് പിടിക്കും. കരിമുണ്ട ചൂട് കാലാവസ്ഥയെ പ്രതിരോധിക്കാനും ഒക്കെ ഒരു കരുത്തുള്ള കുരുമുളക് ഇനമായതുകൊണ്ട് നമ്മൾ കരിമുണ്ടയാണ് കൂടുതലായും ഇവിടെ നട്ടിരിക്കുന്നത്. കൂടുതലായല്ല, എല്ലാം തന്നെ കരിമുണ്ടയാണ്. നമ്മൾ ഇപ്പോൾ അതിൻ്റെ വളം ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഏകദേശം ഒരു 50-60 സെൻറ്റിമീറ്റർ അകലത്തിലാണ് നമ്മൾ വളം ചെയ്തിരിക്കുന്നത്. 8-16 നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കിളിഞ്ഞിക്കാലാണ് ഇതിൻ്റെ താങ്ങാലായിട്ട് നമ്മൾ ഇട്ടിട്ടുള്ളത്. കിളിഞ്ഞിക്കാലിൽ നിന്നും ഏകദേശം 50 സെൻറ്റിമീറ്ററോളം അകലത്തിലാണ് നമ്മൾ ചെടി നട്ടിരിക്കുന്നത്. ഇത് പുതിയ കിളിഞ്ഞിക്കാലുകൾ നമ്മൾ പായി കൊടുത്തിരിക്കുന്നതാണ് കുരുമുളക് ഇടാൻ വേണ്ടി. ഏകദേശം നമ്മൾ കുറച്ചായിട്ടാണ്, മഴ തീരെ കുറവായതുകൊണ്ട് നമ്മളെല്ലാത്തിനും അങ്ങനെ വളം നിരത്തി ഇടുന്നില്ല. നമ്മൾ കുറച്ച് തണലുള്ള ഭാഗം നോക്കി നമ്മൾ വളമിട്ട് പോവുകയാണ്. നല്ല രീതിയിൽ തന്നെ കരിമുണ്ട നമുക്ക് കയറി വരുന്നുണ്ട്. പിടിച്ചു കിട്ടിയതെല്ലാം നല്ല രീതിയിൽ തന്നെ കയറി വരുന്നുണ്ട്. കരിമുണ്ടയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ഇച്ചിരി ചെടിയുടെ ചോട്ടിലോട്ടും, അതായത് കുരുമുളക് ചെടിയുടെ ചോട്ടിലോട്ടും കുറച്ച് മണ്ണ് നമ്മൾ കൂട്ടി കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ സൈഡ് ഇങ്ങനെ ഉയർത്തുമ്പോൾ നടുവശം കുഴിഞ്ഞു വരികയും വെള്ളം നടുക്ക് കെട്ടി നിൽക്കുകയും ചെയ്യുമല്ലോ. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ചുവട്ടിൽ കൂടെ കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുള്ളത്. അരികു തീർത്ത് നമ്മുടെ തെങ്ങുകളാണ് വെച്ചിരിക്കുന്നത്. തെങ്ങ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കയറി വരുന്നത്. എന്നാലും ചെല്ലിയുടെ ഉപദ്രവം നന്നായിട്ടുണ്ട്. നമ്മൾ ഫെറമോൺ കണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നല്ല രീതിയിൽ ചെല്ലിയുടെ ആക്രമണമുണ്ട്. ഈ ഭാഗമൊക്കെ നമ്മൾ പാറക്കുളമായി കിടന്നതാണ്. നമ്മളിത് മണ്ണടിച്ച് ഉയർത്തിയാണ്. അപ്പം ഏകദേശം 1.5 മീറ്റർ ഹൈറ്റോളം നമ്മൾ മണ്ണടിച്ച് ഉയർത്തിയാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത്. കിളിഞ്ഞിക്കാലുകൾ പൈപ്പ് നാട്ടാതെ കിളിഞ്ഞിക്കാലുകൾ നാട്ടിയത് ഈ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ നമുക്ക് ഇടയ്ക്ക് ഈ തണലത്ത് വന്നിരിക്കാം. പൈപ്പ് നാട്ടിയാൽ നമുക്കിങ്ങനെ ഒരു തണൽ അനുഭവം നമുക്ക് കിട്ടില്ലല്ലോ. പിന്നെ കാറ്റൊക്കെ അടിക്കുമ്പോൾ വളരെ നല്ല സുഖമാണ്. ഇതിൻ്റെ ഈ ഇലകൾ അനങ്ങുന്നതും ഒക്കെ കേൾക്കുമ്പോൾ വളരെ ഒരു സന്തോഷമാണ് നമുക്ക് മനസ്സിന്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പൈപ്പ് നാട്ടാതെ കിളിഞ്ഞിക്കാല് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. മരങ്ങളുടെ തണലിരിക്കുന്ന ഒരു സുഖമൊന്നും വേറെ ഏത് വീടിൻ്റെ ഉള്ളിലിരുന്നാലും കിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായമാണ്. പിന്നെ ഇതിൻ്റെ ഇടവിളയായിട്ട് നമ്മൾ കാച്ചിൽ, ചെറുകിഴങ്ങ് ഒക്കെ നമ്മൾ നട്ടിട്ടുണ്ട്, കപ്പ. പിന്നെ ബാക്കി കുറച്ച് ഭാഗം നമ്മൾ പാറമടയായിട്ട് തന്നെ അവിടെ ഇട്ടിട്ടുണ്ട്. പാറമടയെന്ന് വെച്ചാൽ കുളമായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഏകദേശം 1.5 മീറ്ററോളം താഴ്ച തന്നെയാണ് ഇപ്പോഴും അത് കിടക്കുന്നത്. അതിൻ്റെ അകത്ത് മഴക്കാലത്ത് വെള്ളം ഹോൾഡ് ചെയ്യാനായിട്ട്, അതായത് മൂളവശം നല്ല കുന്നാണ്. ആ കുന്നിൽ നിന്ന് വരുന്ന വെള്ളം ഈ കുളത്തിൽ വന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഈ കൃഷിക്കകത്തേക്ക് വെള്ളം കയറുകയും നമ്മുടെ കൃഷി നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഭാഗം ഇപ്പോഴും കുളമായിട്ട് തന്നെ ഇട്ടിരിക്കുകയാണ്. നമ്മൾ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും മീൻ വളർത്തുകയോ ഒന്നും ചെയ്തില്ല. കാരണം പടുത ഇറക്കി കുളമായിട്ട് ചെയ്ത് മീൻ വളർത്തണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. എന്നിരുന്നാലും ഇപ്പം നമ്മുടെ പുല്ലൊക്കെ പറിച്ചിടാനുള്ള ഒരു ചെറിയൊരു കുഴി ആയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. എന്നാലും നമുക്ക് ഈ ഒരു ഭാഗം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു.